വെൽക്കം ബാക്ക് ഗൈസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുകയാണ് ഒരു സിമ്പിളായ ന്യൂസ് പേപ്പർ വെച്ചുകൊണ്ടുള്ള ഒരു ഹോട്ട് എയർ ബലൂൺ. നിങ്ങൾക്ക് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാമെങ്കിലും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഗൈസ്, നമുക്ക് ഹോട്ട് എയർ ബലൂൺ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. സോ അതിനുവേണ്ടി നമുക്കൊരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഷീറ്റ് വേണം. ഓക്കെ, സോ നിങ്ങൾ വീട്ടിൽ കിട്ടുന്ന ന്യൂസ് പേപ്പറിൽ നിന്ന് ഒരു ഇതേപോലത്തെ ഷീറ്റ് എടുക്കുക. അതിനുശേഷം നമുക്കിത് ഇതുപോലെ ചുരുട്ടണം. ഓക്കെ, നമ്മൾ നല്ല വൃത്തി ഇതുപോലെ ചുരുട്ടിയതിനു ശേഷം നമുക്കിത് നേരെയാക്കണം. സോ നമ്മൾ ഇതുപോലെ നല്ല വൃത്തി നേരെയാക്കുക. എന്നാൽ നമുക്ക് ഒരു കോർണറും അതിന് അപ്പുറത്തുള്ള ഓപ്പോസിറ്റ് കോർണറും ഇതേപോലെ പിടിച്ചതിന് ശേഷം ഇത് നമുക്ക് സ്റ്റാപ്ലർ കൊണ്ട് കണക്ട് ചെയ്യാം. സ്റ്റാപ്ലർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ത്രെഡായിട്ട് യൂസ് ചെയ്യാം, പക്ഷേ സ്റ്റാപ്ലർ വർക്ക്സ് ബെസ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് മറ്റേ എൻഡും ഇതിൽ തമ്മിൽ യോജിപ്പിക്കാം. സോ നമ്മൾ യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളെ ഹോട്ട് എയർ ബലൂൺ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിനി ഇത് കത്തിക്കുകയുണ്ട്. ഗൈസ്, കത്തിക്കുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ സൈഡ് എല്ലാം വേഗം കത്തിക്കണം. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇതെല്ലാം ഒരുമിച്ച് വേഗം കത്തിക്കാൻ കഴിയില്ല. സോ ഞാൻ ഒരാളെ ഹെൽപ്പ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേഗം കത്തിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഗ്യാസ് ടോർച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. സോ എനിക്ക് ഗ്യാസ് ടോർച്ചൊന്നുമില്ല, ഞാൻ സാധാരണ ക്യാൻഡിൽ കൊണ്ടാണ് കത്തിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരാൾ ഹെൽപ്പ് എടുക്കേണ്ടി വരും. സോ നമുക്ക് അതിലേക്ക് കിടക്കാം. സോ ഗൈസ്, നമ്മൾ ആദ്യം ഒരു ഹോട്ട് എയർ ബലൂൺ കത്തിച്ചിരുന്നു, പക്ഷെ അത് ഇപ്പോൾ ക്യാമറയിലാണ് കിട്ടാൻ കഴിഞ്ഞില്ല. കാരണം ക്യാമറ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആയി പോയി. സോ സാറില്ല, നമുക്ക് ആദ്യം ട്രൈ ചെയ്ത് നോക്കാം. സോ 1 2 3 സ്റ്റാർട്ട്. അല്ല, വേഗം കത്തിക്കണം ഗൈസ്. ഓ ഗൈസ്, കാണാൻ സാധിക്കും, പേപ്പർ പറക്കുന്ന കാണാൻ സാധിക്കും ഗൈസ്. ഓ, ചുറ്റതല്ലേ കാണാൻ സാധിക്കും. സാധാരണ ഇതിനെക്കാട്ടി നല്ല കുറച്ച് പറക്കണ്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞേ നല്ല കുറച്ച് പറഞ്ഞിരുന്നു, പക്ഷെ അത് ക്യാമറ സ്വിച്ച് ഓഫ് ആയി പോയിന്ന്. അത് നല്ല കുറച്ച് പറഞ്ഞാണ്. നമുക്ക് ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ഗൈസ്, അത് പൊളിച്ചു വിട്ടാ, അത് പൊളിച്ചു. സോ ഗൈസ്, ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ എക്സ്പെരിമെന്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വളരെ അമേസിംഗ് ആയിട്ടൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ കഴിയും, പക്ഷെ കുറച്ച് സേഫ്റ്റിയോടെ ചെയ്യണം. കാരണം ഇത് എവിടെയെങ്കിലും പോയിട്ട് ചിലപ്പോൾ തീ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് സേഫ്റ്റിയോടെ ചെയ്യണമെന്നേ ഉള്ളൂ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൊക്കെ കൂടെ എനേബിൾ ചെയ്ത് നോക്കുക. സോ നമുക്ക് പുതിയ വീഡിയോ കാണുന്നതിനേക്കും ബൈ ഗൈസ്.